ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. കണ്ണൂർ താഴെച്ചൊവ്വ കീഴ്ത്തള്ളിയിൽ അമ്പാടി ടെക്സ്റ്റൈൽസ് മില്ലിൽ തീപിടുത്തം. അഗ്നിശമന സേനയുടെ 3 യൂണിറ്റ് സ്ഥലത്തെത്തി തീ അണയ്ക്കാൻ ഇപ്പോൾ ശ്രമിക്കുകയാണ്. സജോ ദേവസ്യുണ്ട് വിവരങ്ങളുമായി. സജോ, ഇത് വലിയ തീപിടുത്തമാണോ? നിലവിൽ എന്താണ് സ്ഥിതി? ഉന്മേഷ്, വലിയ തീപിടുത്തമാണ്. 9:30 കണ്ണൂർ താഴെച്ചൊവ്വയ്ക്കടുത്ത കീഴ്ത്തള്ളിയിൽ പ്രവർത്തിക്കുന്ന അമ്പാടി ടെക്സ്റ്റൈൽസ് മില്ലിന്റെ കെട്ടിടത്തിന് തീ പടർന്നത്. പിന്നാലെ കെട്ടിടത്തിന്റെ ഭാഗങ്ങളിലേക്കും വലിയ തോതിൽ തീ പടർന്നു. പിന്നാലെ കണ്ണൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റും തലശ്ശേരിയിൽ നിന്നുള്ള യൂണിറ്റും അടക്കം ഇപ്പോൾ 5 അഗ്നിരക്ഷാ യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. തുണിത്തരങ്ങളും യന്ത്ര സാമഗ്രികളും അടക്കം കെട്ടിടത്തിന്റെ സിംഹഭാഗവും ഇതിനകം തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. അതേസമയം തീ ഇതുവരെ അണയ്ക്കാനായില്ല. സമീപ ഭാഗങ്ങളിലേക്ക് തീ പടരാനുള്ള ഒരു സാധ്യത ഒഴിവാക്കാനുള്ള ശ്രമകരമായ ദൗത്യം ഇപ്പോഴും ഫയർഫോഴ്സ് യൂണിറ്റുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തീ അണയ്ക്കാൻ ഇത് സാമാന്യം വലിപ്പമുള്ള കെട്ടിടമാണ്. നിരവധി തൊഴിലാളികൾ ജോലി ചെയ്യുന്ന, കാര്യമായ വ്യവസായ പ്രവർത്തനങ്ങൾ നടക്കുന്ന, തുണിത്തരങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസായ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. അത് ഏതാണ്ട് പൂർണ്ണമായും തന്നെ അതിനുള്ളിലുള്ള വസ്തുവകകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായും തന്നെ കത്തി അമർന്നിട്ടുണ്ട്. അതിൽ യന്ത്രങ്ങളും ഒപ്പം ഈ തുണിത്തരങ്ങളും ഉൾപ്പെടെയുണ്ട്. അത് വിവിധ സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ഉൾപ്പെടെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അതിന് തീ പൂർണ്ണമായും പടർന്നു പിടിക്കുകയും അതിനിപ്പോൾ മറ്റിടങ്ങളിലേക്ക് പടരാതിരിക്കുക, തീ പൂർണ്ണമായും അണയ്ക്കുക എന്നൊരു ശ്രമകരമായ ദൗത്യമാണ് അവശേഷിക്കുന്നത്. കണ്ണൂരിൽ നിന്നുള്ള 3 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ആദ്യം എത്തിയത്. അത് മതിയാകാതെ വന്നതോടുകൂടിയാണ് തലശ്ശേരിയിൽ നിന്നടക്കം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ 5 യൂണിറ്റുകൾ ഈ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കെട്ടിടം പൂർണ്ണമായി നശിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവശേഷിക്കുന്ന ദൗത്യം എന്നത് തീ അണയ്ക്കുക എന്നതാണ്. ആ ദൗത്യമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. സജോ, ഇപ്പോൾ 9:30 ഉണ്ടായ തീപിടുത്തമെങ്കിൽ ഇപ്പോൾ 2-2.5 മണിക്കൂർ ആവുന്നു അല്ലേ? ഉന്മേഷ്, 9:30 തീ പടർന്നത്. പിന്നാലെ കുറച്ച് സമയം ഫയർഫോഴ്സ് യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് എത്തുന്ന കുറച്ച് സമയം വേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം വലിയ തോതിൽ തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പിന്നീട് തുടരെ വലിയ തീപിടുത്തമാണെന്ന് വ്യക്തമായതോടെ കൂടുതൽ യൂണിറ്റുകൾ സ്ഥലത്തേക്ക് എത്തിച്ചു. അതിനുശേഷം അതും മതിയാകാതെ വന്നതോടുകൂടിയാണ് തലശ്ശേരിയിൽ നിന്നുള്ള യൂണിറ്റുകൾ കൂടിയും എത്തിച്ചത്. വലിയ ഒരു സാമാന്യം വലിപ്പമുള്ള കെട്ടിടമാണ്. കാരണം വിപുലമായ ഈ തുണിത്തരങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസായ പ്രവർത്തനങ്ങൾ വിപുലമായി നടക്കുന്ന ഒരു കെട്ടിടമാണ്. തീ പടർന്നു പിടിച്ച് ഒരു ഭാഗത്ത് തീ പടർന്നു മറ്റിടങ്ങളിലേക്ക് പടരാൻ എളുപ്പമാണ്. കാരണം എല്ലാം ഈ തുണിത്തരങ്ങളുമായി ബന്ധപ്പെട്ട് തുണിത്തരങ്ങൾ സൂക്ഷിക്കുകയും അത് പിന്നീട് കട്ട് ചെയ്ത് വിവിധ വസ്ത്രങ്ങളും മറ്റുമായി നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് മൊത്തം ഇത്തരം ഉൽപ്പന്നങ്ങളാണ്, തുണിത്തരങ്ങൾ തന്നെയാണ്. അതിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തീ പടർന്നു കയറുകയും ചെയ്യും. തീ പടരാനുണ്ടായ കാരണം സംബന്ധിച്ചൊരു വ്യക്തതയില്ല. പക്ഷേ 9:00 തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. മറ്റ് ആളപായങ്ങളൊന്നുമില്ല. അവിടെ ഈ മില്ലിന്റെ പുറത്ത് സുരക്ഷയ്ക്കായി മറ്റും നിയോഗിച്ചിരുന്ന ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരും പിന്നീട് നാട്ടുകാരും വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫയർഫോഴ്സ് സംഘവും മറ്റും എത്തിയത്. ആളുകളെ സംബന്ധിച്ച് തീ അണയ്ക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഫയർഫോഴ്സ് യൂണിറ്റിന്റെ പ്രവർത്തനമല്ലാതെ മറ്റെന്തെങ്കിലും സാധ്യമാകാതെ വന്നു. തീ വളരെ വേഗം ഒരു പഴയ കെട്ടിടം കൂടിയാണ്. പഴയ കെട്ടിടത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വളരെ എളുപ്പത്തിൽ തീ ആ കാരണങ്ങൾ കൊണ്ട് പടർന്നു പിടിക്കാം. ഒപ്പം ഇതിൽ സൂക്ഷിച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം വേഗത്തിൽ, അതായത് പാഴ്സലായി നൽകാനുള്ള ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതും അടക്കം വളരെ എളുപ്പത്തിൽ തീ പടരാനുള്ള സാധ്യതയുള്ള കെട്ടിടവുമാണ്. അത് ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇതിനകം കത്തി അമർത്തിയിട്ടുണ്ട്. പക്ഷേ തീ അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശരി, തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നു എന്നാണ് സജോ ദേവസ്യ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ണൂരിൽ നിന്ന്.